കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ മകളേ മകളേ നീ മാന്യയായിടുവാൻ കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽകരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് വലിയ വെള്ളി. ലോകം മുഴുവനും ക്രൈസ്തവ മനസ്സിൽ ഒന്നേയുള്ളൂ, കുരിശ് മാത്രം. ഒരു മലയിൽ ആരംഭിച്ച യേശുവിൻ്റെ ജീവിത പ്രസംഗം കാൽവരി മലയിൽ അവസാനിക്കുവാൻ പോവുകയാണ്. ഉള്ളടക്കം കൊണ്ട് മാത്രമല്ല, ഹ്രസ്വത കൊണ്ടും ശ്രദ്ധേയമാണ് യേശുവിൻ്റെ ക്രൂശിൽ നിന്നുള്ള മൊഴികൾ. യേശുവിൻ്റെ കേൾവിക്കാർ കുറച്ചുപേർ മാത്രം. ക്രൂശിക്കപ്പെടുന്ന കുറ്റവാളികൾ ദൈവദൂഷണം നടത്തുകയും കൺവെട്ടത്ത് കാണുന്നവരെ ശാപവാക്കുകൾ പറയുകയും ചെയ്യുന്നത് സാധാരണമായിരുന്നു. അസഭ്യം അവസാനിപ്പിക്കാൻ ചിലപ്പോൾ ക്രൂശിതരുടെ വായ്ക്ക് കൊളുത്തുകൾ ഇടുമായിരുന്നു. എന്നാൽ ഇവിടെ വിലപ്പെട്ട 7 മൊഴികൾ പറഞ്ഞ് യേശു മരണമുദ്രിതമായ ആ അന്തരീക്ഷം മാറ്റിമറിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നതാണ് ഒന്നാമത്തെ യേശുവിൻ്റെ ക്രൂശിൽ നിന്നുള്ള വാക്കുകൾ. ഇവരോട് ക്ഷമിക്കണമേ എന്നതിൻ്റെ അർത്ഥം താൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുകൂടെയാണ്. തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എന്നല്ല യേശു ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്, മറിച്ച് പിതാവേ എന്നാണ്. അതായത് പുത്രൻ എന്ന നിലയിലാണ് യേശു ഇവിടെ സംസാരിക്കുന്നത്. മനുഷ്യവർഗം മുഴുവൻ്റെയും പിതാവായ ദൈവത്തെയാണ് യേശു അഭിസംബോധന ചെയ്യുന്നത്. പിതാവേ, ഇവരോട് ക്ഷമിക്കണം. തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. അവർക്കറിയാമല്ലോ അവർ ഒരുവനെ കുരിശിലേറ്റുകയാണെന്ന്. പിന്നെന്താണ് അവർക്കറിയില്ല എന്ന് യേശു പറയുന്നത്? അവർക്കറിയാത്ത കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആത്യന്തിക ഫലം എന്താണെന്ന് അവർക്കറിയില്ല.
രണ്ടാമതായി അവരുടെ മേൽ വരാനിടയുള്ള ഫലത്തെക്കുറിച്ച് അവർക്കറിയില്ല. മൂന്നാമതായി ക്രൂശിതനായ യേശുവിൻ്റെയും പീഡകരുടെയും മധ്യേ നിത്യവിധി കർത്താവായി ദൈവമുണ്ടെന്നും അവർക്കറിയില്ല. ഇവരോട് ക്ഷമിക്കണമേ എന്ന യേശുവിൻ്റെ പ്രാർത്ഥന കുരിശിൻ ചുവട്ടിൽ നിന്ന പീഡകരെ മാത്രം ഉദ്ദേശിച്ചല്ല, യേശു മനുഷ്യവർഗത്തിന് മുഴുവനും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. യേശുവിൻ്റെ പീഡാസഹനവും മരണവും ആവശ്യമാക്കി മാറ്റിയ പാപികളായ സകല മനുഷ്യർക്ക് വേണ്ടിയാണ് യേശു ഇവിടെ ക്ഷമായാചന നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി മാത്രമേ എതിരാളികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന വരുന്നുള്ളൂ. അതായത് യേശുവിനോടുള്ള പീഡകരുടെ അതിക്രമമല്ല യേശുവിൻ്റെ മരണത്തിൻ്റെ ആത്യന്തിക കാരണം, മറിച്ച് മനുഷ്യകുലത്തിൻ്റെ പാപമാണ്. യേശുവിനെ കുരിശിലെത്തിച്ച എല്ലാ പാപികളോടും പൊറുക്കണം എന്നുകൂടി യേശുവിൻ്റെ ക്ഷമായാചനത്തിന് അർത്ഥമുണ്ട്. സംശയങ്ങളൊന്നും അവശേഷിപ്പിക്കാത്ത വിധം യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. മത്തായി സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ. നിനക്ക് മറ്റുള്ളവരോടുള്ള വിരോധം മാത്രമല്ല, മറ്റുള്ളവർക്ക് നിന്നോടുള്ള വിരോധവും തുല്യ പ്രാധാന്യത്തോടുകൂടെ ക്ഷമ ചോദിക്കുന്നതിന് ആവശ്യപ്പെടുന്നു. യേശു സ്വയം ബലിയർപ്പിക്കാനൊരുങ്ങുമ്പോൾ താൻ ഒരിക്കൽ പഠിപ്പിച്ചത് പ്രാവർത്തികമാക്കുകയാണ്. യേശുവിൻ്റെ ജീവിത ബലി സ്വരബില കാഴ്ചയായി പിതാവിൻ്റെ മുന്നിൽ മാറണമെങ്കിൽ ക്ഷമ ചോദിക്കൽ ആവശ്യമാണ്. സർവ്വലോകത്തോടും അനുരഞ്ജിതരായി മാത്രമേ ബലിയർപ്പിക്കാൻ കഴിയൂ. അതിൻ്റെ ഭാഗമായി യേശു തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും യേശുവിൻ്റെ ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള ഒന്നാമത്തെ മൊഴി നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കുന്നതിന് മുഖാന്തരമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവറിയിലെ മരക്കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്ന, ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്ന, വീണ്ടും വരുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട രക്ഷക, ഞങ്ങൾക്ക് വേണ്ടി നീ ചൊരിഞ്ഞ ഓരോ തുള്ളി രക്തത്തിനുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നന്ദിയോടെ ഞങ്ങൾ ആ സംഭവങ്ങൾ ഓർക്കുന്നു. നീ അനുഭവിച്ച കഷ്ടതകൾ, നീ അനുഭവിച്ച വേദന, നീ ചെയ്ത വലിയ ത്യാഗം ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് കർത്താവെ ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ ക്രൂശിലെ മരണം ഞങ്ങളുടെ വിടുതലിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. തെറ്റുകളും കുറ്റങ്ങളും നിറഞ്ഞവരാണ് ഞങ്ങൾ. പലപ്പോഴും അനുസരണക്കേട് കാണിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. പലപ്പോഴും നിന്നെ മറന്നു പോയിട്ടുണ്ട് കർത്താവെ. ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങളുടെ വീഴ്ചകളും താഴ്ചകളും ഞങ്ങളോട് പൊറുക്കണമേ. നീ രാജാതി രാജാവായി വീണ്ടും വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
നീ വരുമ്പോൾ കർത്താവേ, ഞങ്ങളെല്ലാവരും നിന്നെ എതിരേൽക്കാൻ ആ നിൽക്കുന്ന വലിയ ജനസമൂഹത്തിലുണ്ടായിരിക്കണമേ. അതിനായി ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അവിടുത്തെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 41-ാം വാക്യം. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ നമുക്ക് കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ഇരുഭാഗത്തുമായി ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരിൽ ഒരാൾ മറ്റേയാളിനോട് പറയുന്നതാണ് ഈ വാക്യം. വളരെ വ്യക്തമായിട്ട് ആ കള്ളൻ ഏറ്റുപറയുന്ന ഒരു വാക്യമാണിത്. തൻ്റെ കുറ്റം താൻ സമ്മതിക്കുകയാണ്. തെറ്റുപറ്റിപ്പോയി, ഞാൻ കുറ്റവാളിയാണ്, എൻ്റെ കുറ്റം ഞാൻ സമ്മതിക്കുന്നു, ഞാൻ പാപിയാണ്, എൻ്റെ പാപം ഞാൻ ഏറ്റുപറയുകയാണ് എന്നാണ് അവിടെ പറയുന്നത്. അതിനുള്ള ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണ്. ആ ശിക്ഷ ഞാൻ സ്വയം ഏറ്റുവാങ്ങിക്കൊള്ളാം എന്നാണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തു പോയി, ശിക്ഷക്കർഹനാണ്, ശിക്ഷ വാങ്ങാൻ സന്നദ്ധതയാണ് പ്രകടിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാപബോധമുണ്ടാകുകയും പാപത്തിൻ്റെ ശമ്പളം വാങ്ങാൻ തയ്യാറാകുകയും ചെയ്യുന്ന ഒരു കള്ളനെയാണ്, അല്ലെങ്കിൽ ഒരു കുറ്റവാളിയാണ് അവിടെ കാണുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. വിശുദ്ധ വേദപുസ്തകം അങ്ങനെയാണ് പറയുന്നത്. ആ മരണത്തിന് ഞാൻ അർഹനാണ് എന്നാണ് ആ കുറ്റവാളി സമ്മതിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന്. കുറ്റമേറ്റ മനുഷ്യൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ അവന് തോന്നുന്നതാണ് അവിടെ പറയുന്നത്. ഞാൻ കുറ്റവാളിയാണ്, പക്ഷേ എൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട് ഈ നടുവിലത്തെ ക്രൂശിൽ കിടക്കുന്ന ഈ വ്യക്തി കുറ്റം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവനൊരു കുറ്റവാളിയാണെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ആ കള്ളൻ പ്രസ്താവിക്കുന്നത്. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യഹൂദന്മാരുടെ രാജാവ് എന്ന് മേലെടുത്ത് യേശുവിൻ്റെ കുരിശിന്മേലുണ്ട്. കുറ്റവാളിയായ ആ കള്ളൻ യേശുവിനോട് പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന്. യേശു രാജാവാണ്, അവൻ തീർച്ചയായും രാജ്യത്വം പ്രാപിച്ചു വരും എന്ന് വിശ്വസിക്കുന്ന കുറ്റവാളിയാണ് നമ്മളവിടെ കാണുന്നത്. ആ വിശ്വാസത്തിൻ്റെ ഉറപ്പിലാണ് അവൻ പറയുന്നത്, എന്നെ ഓർത്തുകൊള്ളണമേ നീ രാജാവായി വരുമ്പോൾ എന്ന്. അത് ഹൃദയപൂർവമായ ഒരു പശ്ചാത്താപത്തിൻ്റെ പ്രതീകമാണ് നമ്മൾ അവിടെ കാണുന്നത്. രാജാവായി വരുമ്പോൾ ഒരു പ്രജയായിട്ട് എന്നെ ഓർക്കും എന്നവൻ വിശ്വസിക്കുന്നു. അവൻ എന്നെ രക്ഷിക്കും എന്നവൻ വിശ്വസിക്കുന്നു. പാപിയാണെന്നുള്ള ബോധം അവനുണ്ടാകുന്നു. അവൻ മരണത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ജീവൻ പോകുമെന്നറിയാം. ആ മരണനിഴൽ അവൻ്റെ മേൽ വീഴുമ്പോഴും അവൻ ആ വിശ്വാസം മുറുകെ പിടിക്കുകയാണ്. അവൻ്റെ വിശ്വാസം എന്തായിരുന്നു? ഈ കുരിശിൽ കിടക്കുന്ന വ്യക്തി രാജാവായി തീർച്ചയായും വരും എന്നുള്ളത്. ആ അപേക്ഷ കേട്ട ഉടനെ തന്നെ അടുത്ത വാക്യത്തിൽ യേശു പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. നാളെയെന്നോ കുറേ നാളുകൾ കഴിഞ്ഞെന്നോ അല്ല പറയുന്നത്, ഇന്ന് തന്നെ നീ എന്നോടുകൂടി പർദീസയിലിരിക്കും എന്നാണ് പറയുന്നത്. അതൊരു വലിയ വാഗ്ദത്തമാണ്. ദൈവപുത്രനായ ക്രിസ്തു നൽകുന്ന വാഗ്ദത്തമാണ്. പാപിയായ ഒരു മനുഷ്യൻ
തൻ്റെ പാപം ഏറ്റുപറഞ്ഞ് തൻ്റെ കുറ്റം സമ്മതിക്കുമ്പോൾ മനസ്സലിയുന്ന ഒരു രക്ഷകനാണ് നമുക്കുള്ളത്. ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലിരിക്കും. പർദീസ എവിടെയാണെന്ന് അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇന്ന് നീ എന്നോടുകൂടെ ഇരിക്കും. എവിടെയാണോ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളത് അവിടെ നീ എന്നോടുകൂടെ ഉണ്ടാകും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വിശ്വസിക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും എന്നുള്ള ഒരിക്കലും മായാത്ത നമ്മുടെ രക്ഷകൻ്റെ വാക്കുകളാണ് നമ്മളവിടെ കേട്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം. പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും നിറഞ്ഞതാണ്, പാപം നിറഞ്ഞതാണ്. എന്നാൽ നമ്മൾ അവൻ്റെ അടുക്കിലേക്ക് ചെന്ന് നീ രാജാവായി വരുമ്പോൾ ഞാനും കൂടെ നിൻ്റെ കൂടെ കാണണമേ എന്ന് അപേക്ഷിക്കുകയാണെങ്കിൽ നമ്മളെ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന രക്ഷകനാണ് നമ്മുടേത്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നുള്ള സത്യം ആരും മറന്നു പോകരുത്. ആ നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ കുരിശിലെ കള്ളനെ പോലെ യേശു രാജാവായി വരും എന്ന് വിശ്വസിക്കുക. അവൻ രാജാവാണ് എന്ന് വിശ്വസിക്കുക. എനിക്ക് അർഹതയില്ലാത്തത് ആണ് എനിക്കവൻ തരുന്നത് എന്ന് വിശ്വസിക്കുക. അവനോടുകൂടി ചേർന്നാൽ, അവനിൽ വിശ്വസിച്ചാൽ അവൻ നമുക്ക് സമാധാനം, സ്വസ്ഥത, സന്തോഷം ഇതെല്ലാം പങ്കിട്ട് തരാൻ തയ്യാറാണ്. ആ കുരിശിലെ കള്ളൻ അവൻ്റെ മരണവേദനയെല്ലാം മറന്നുപോയിട്ടുണ്ട്. അവൻ സമാധാനത്തോടെ, ആശ്വാസത്തോടെ അവൻ മരണത്തിലേക്ക് പോകുന്നതാണ് നമ്മളവിടെ കാണുന്നത്. പ്രതീക്ഷയോടെ മരണത്തിലേക്ക് പോകുന്നതാണ് കാണുന്നത്. കുരിശേൽപ്പിച്ച വേദന അവൻ മറന്നു. യേശുവിനോടൊപ്പം ചേരാനുള്ള ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചാണ് അവൻ മരിക്കുന്നത്. നമുക്കേവർക്കും അവൻ തന്നിരിക്കുന്ന ആ നിത്യസത്യമായ വാഗ്ദത്തമാണത്. അനുദപിച്ചാൽ എന്നോടൊപ്പം ചേരാം എന്നാണ് നമ്മുടെ രക്ഷകനായ യേശു പ്രസ്താവിക്കുന്നത്. യേശു ആരാണ്? യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ്. അവൻ രാജാധിരാജനാണ്, കുറ്റമില്ലാത്തവനാണ്. അവൻ വീണ്ടും വരുന്നവനാണ്. മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നവനാണ്. മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി മാത്രം ലോകത്തിലേക്ക് വന്നതാണ്. നിത്യതയിൽ നമ്മളെ ചേർക്കാൻ അധികാരമുള്ള ഒരേ ഒരാളാണ് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു. പശ്ചാത്തപിക്കുന്ന ഏത് ഹൃദയത്തിനും അവൻ ആശ്വാസം പകരും. ഏത് ഹൃദയത്തിനും അവൻ പ്രതീക്ഷ നൽകും. ഏത് ഹൃദയത്തിനും അവൻ നിത്യജീവൻ്റെ വാഗ്ദത്തം തരും. നീ എന്നോടുകൂടെ ഇന്ന് ഞാൻ എവിടെയാണോ അവിടെ എന്നോടുകൂടെ ഉണ്ടായിരിക്കും എന്നവൻ പ്രസ്താവിക്കുന്നു. നിത്യമായ ജീവിതത്തിൻ്റെ, യേശുവിനോട് ചേർന്നുള്ള ജീവിതത്തിൻ്റെ വലിയ ഒരു പ്രകടനമാണ് കാൽവറിയിലെ ക്രൂശിൽ നമ്മൾ അവിടെ ദർശിച്ചത്. നമ്മൾ ക്രൂശിച്ച കള്ളൻ്റെ പ്രതീകമാണ് അല്ലേ? കുറ്റക്കാർ, അനുസരണം കെട്ടവർ, പലപ്പോഴും യേശുവിനെ തള്ളിപ്പറഞ്ഞവർ, ഒന്നിനും അർഹതയില്ലാത്തവരാണ് നമ്മൾ. പക്ഷേ യേശു നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ദൈവരാജ്യത്തിൻ്റെ പ്രതീക്ഷ, പാപക്ഷമയുടെ പ്രതീക്ഷ, മോചനത്തിൻ്റെ പ്രതീക്ഷ, സമാധാനത്തിൻ്റെ പ്രതീക്ഷ, വിടുതലിൻ്റെ പ്രതീക്ഷ, നിത്യതയുടെ പ്രതീക്ഷ. എന്നെ ഓർക്കണമേ എന്ന് കള്ളൻ പറയുമ്പോൾ അത് ഒന്നുകൂടെ ആ വാക്യത്തെ നമ്മൾ പരിശോധിച്ചാൽ ഇങ്ങനെയാണ് കാണുന്നത്: എന്നെ മറക്കരുതേ എന്നല്ലേ? എന്നെ ഓർക്കണമേ എന്ന് പറയുന്നതിന് എന്നെ മറക്കരുതേ എന്ന് പറയുന്നതിന് തുല്യമല്ലേ? നമുക്കും കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ രക്ഷകനോട് പറയാം: കർത്താവേ, നീ രാജാവായി വരുമ്പോൾ എന്നെ മറക്കരുതേ എന്ന് നമുക്ക് പറയാം. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല എന്ന സത്യം നമ്മൾ മറന്നു പോകരുത്. തൻ്റെ മുന്നിലേക്ക് വിശ്വാസത്തോടെ കടന്നു വരുന്നവരെ ഓരോരുത്തരെയും അവൻ ഒരിക്കലും മറക്കുകയില്ല. അവൻ കൂടെ ചേർത്ത് പിടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നമ്മൾ അവനിൽ വിശ്വസിക്കണം. നമ്മുടെ പരിപൂർണമായ വിശ്വാസം അവനിൽ സമർപ്പിക്കണം. നമ്മുടെ ജീവിതം അവന് വേണ്ടി സമർപ്പിക്കണം. ഈ കഷ്ടാനുഭവത്തിൻ്റെ നാളുകളിൽ അതാണ് കുരിശിലെ രണ്ടാമത്തെ മൊഴി
നമ്മളോട് പറയുന്നത്. ഞാൻ വീണ്ടും രാജാവായി വരും എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ മറക്കുകയില്ല, ഒരിക്കലും മറക്കുകയില്ല. നീ എന്നോടുകൂടെ ഉണ്ടായിരിക്കും എന്നാണ് രക്ഷകൻ തന്ന വാഗ്ദത്തം. ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് നമുക്ക് ഓരോ ദിവസങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകമെമ്പാടും വലിയ വെള്ളിയാഴ്ചയായി അനുസ്മരിക്കുമ്പോൾ നമ്മൾക്കും അതിൻ്റെ ഭാഗമായി തീരുവാൻ ഇടയാക്കിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കാൽവരി ക്രൂശിൽ യേശു കർത്താവ് 7 മൊഴികൾ അരുളിച്ചതായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രസ്തുത മൊഴികളിലെ 3-ാമത്തെ മൊഴിയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനെ നിൽക്കുന്ന കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങൾ. യേശു ശിശുവായിരിക്കുമ്പോൾ 40-ാം നാളിൽ യെരുശലേം ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിനായി കൊണ്ടുപോയി. അപ്പോൾ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന ശിമ്യോൻ യേശു കുഞ്ഞിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ച ശേഷം മറിയയോട്, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടെ ഒരു വാൾ കടക്കും എന്ന് പ്രവചിച്ചിരുന്നു. ഇപ്പോൾ ആ ദിവസം സമാഗതമായി. യേശുവിനെ ഗോൽഗോഥ മലമുകളിൽ ക്രൂശിച്ചു. അത് നോക്കി നിന്ന മറിയയുടെ ഹൃദയം കഠിനമായി മുറിപ്പെട്ടു. ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന മറിയയുടെ തകർന്ന സ്ഥിതി ചിത്രീകരിക്കുവാൻ പ്രയാസമാണ്. അമ്മയുടെ മകനോടുള്ള ആഴമായ സ്നേഹം ഇവിടെ ദർശിക്കാം. ക്ലിപ്പിംഗ് എന്ന ആംഗലേയ കവി ഒരമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് എഴുതിയ വരികൾ ഇവിടെ പ്രസക്തമാണ്. ഞാൻ ഒരു മലയുടെ മുകളിൽ തൂക്കപ്പെട്ടു നിന്നാൽ എൻ്റെ പിന്നാലെ വരുന്നത് എൻ്റെ അമ്മയുടെ സ്നേഹമാണ്. ഞാൻ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ മുങ്ങിത്താണാൽ എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് അവിടെ ഒഴുകിയെത്തുന്നത് എന്നെനിക്കറിയാം. എൻ്റെ ശരീരവും ആത്മാവും ഒരുപോലെ ശാപഗ്രസ്തമായി തീർന്നാൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് എന്നെ സൗഖ്യമാക്കുന്നത് എന്നെനിക്കറിയാം. യേശുവിൻ്റെ അമ്മ അവൻ്റെ ക്രൂശുമരണം കണ്ടു നിൽക്കുകയാണ്. ഈ സ്ഥിതിയിൽ നിൽക്കുന്ന ഒരമ്മയോട് ഈ വാക്കുകളാണോ പറയേണ്ടിയിരുന്നത് എന്ന് തോന്നിപ്പോകാം. തൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചോ ഭാവിയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ചോ പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കേണ്ടതായിരുന്നില്ലേ? യേശു തികച്ചും പ്രായോഗികമായ ഒരു സമീപനം സ്വീകരിച്ചു. വിശന്നവർക്കും രോഗികൾക്കും ദുഃഖിതർക്കും പ്രായോഗികമായി നന്മ ചെയ്തുകൊണ്ടാണ് യേശു പരസ്യ ശുശ്രൂഷ സമയത്ത് ദൈവരാജ്യം പ്രസംഗിച്ചത്. തൻ്റെ അമ്മയ്ക്കും ഒരു വിശ്രമ സ്ഥലവും പരിരക്ഷണത്തിന് ഒരു വ്യക്തിയും ആവശ്യമാണെന്ന് യേശു തിരിച്ചറിയുന്നു. മറിയയുടെ സ്വന്തം സഹോദരിയായ ശലോമയുടെ ഭവനത്തിലും സഹോദരി പുത്രനായ യോഹന്നാൻ്റെ ചുമതലയിലും യേശു അമ്മയെ ആക്കി. മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങളിൽ പ്രായോഗികമായ സമീപനം മനുഷ്യർക്കുണ്ടാകണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. കഷ്ടതയിലും ആവശ്യത്തിലും ഉള്ളവരെ നോക്കി പ്രഭാഷണങ്ങൾ നടത്തുകയല്ല വേണ്ടത്. അപ്പോൾ ആവശ്യമായ നന്മ ചെയ്തുകൊണ്ട് നല്ല ഭാവിക്കായി അവരെ ഒരുക്കണം. മാതാപിതാക്കളോടുള്ള കടപ്പാടും ഉത്തരവാദിത്വവും നിറവേറ്റുന്നതിനുള്ള പഴയ നിയമ അനുശാസനങ്ങളുടെ അനുസരണമാണ് യേശുവിൽ കാണുന്നത്. കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ വിശാല ബന്ധങ്ങളുടെ ആഘോഷവും ഉണ്ട്. താൻ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനെയാണ് യേശു തൻ്റെ മാതാവിൻ്റെ ചുമതലകൾ ഏൽപ്പിക്കുന്നത്. ഇതാ നിന്റെ മകൻ. ക്രിസ്തു മറിയയോട്
ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞപ്പോൾ അതും വെറുമൊരു ഔപചാരിക നടപടിക്രമം മാത്രമല്ല. യഥാർത്ഥത്തിൽ ക്രിസ്തു പുതിയൊരു ബന്ധക്രമം സൃഷ്ടിക്കുകയാണ്. രക്തബന്ധത്തിൻ്റെ പരിധി മറികടന്ന് വിശ്വാസത്തിലൂടെ ബന്ധിക്കപ്പെട്ട ഒരു ദൈവിക കുടുംബം രൂപപ്പെടുന്നു. ഇതാ നിന്റെ അമ്മ. ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്ന് ക്രിസ്തു പറയുമ്പോൾ അതൊരു വികാരപ്രേരിതമായ അപേക്ഷയല്ല, മറിച്ച് മനുഷ്യബന്ധങ്ങളെ ദൈവിക ഉത്തരവാദിത്തങ്ങളാക്കി മാറ്റുന്ന വാക്കുകളാണ്. ആ നിമിഷം മുതൽ മറിയയുടെ ജീവിത സുരക്ഷയും പരിപാലനവും യോഹന്നാന്റെ ചുമതലയായി മാറുന്നു. ബന്ധങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയും ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇതാ നിന്റെ അമ്മ എന്ന വാക്ക് നാം ഓരോരുത്തരോടും ശക്തമായി ചോദിക്കുന്നു. നമ്മുടെ വിശ്വാസം ആരുടെയെങ്കിലും കണ്ണുനീരിന് ആശ്വാസമാകുന്നുണ്ടോ? നമ്മുടെ ആത്മീയത ആരുടെയെങ്കിലും ജീവിതത്തിന് സുരക്ഷിതത്വം ഒരുക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. 2026 ആണ്ടിലെ ഗുഡ് ഫ്രൈഡേ നമ്മിൽ കുറെ കൂടി അർത്ഥവത്തതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ സബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 46 വാക്യം. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് അരുളി ചെയ്ത 7 മൊഴികളിൽ ഇത് 4ാമത്തെ മൊഴി. 7 മൊഴികളുടെയും മധ്യയുള്ള ഈ മൊഴി സെന്റർ ഓഫ് ക്രൂസിഫിക്ഷൻ ആയിട്ടും ഏറ്റവും അർത്ഥം ഉൾക്കൊള്ളുന്നതായിട്ടും കരുതപ്പെടുന്നു. നീ എന്നെ കൈവിട്ടത് എന്തിന് എന്നൊരു നിലവിളി കർത്താവിൽ നിന്നുണ്ടായത് ഓർക്കുമ്പോൾ കർത്താവിന് താൻ അപ്രകാരം കുരിശിൽ മരണപ്പെടും എന്നതിനെ പറ്റി സംശയമുണ്ടായിരുന്നോ എന്ന് നാം ചിന്തിച്ചേക്കാം. പക്ഷെ നേരെ മറിച്ചാണ് സത്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് തൻ്റെ കുരിശുമരണത്തെ പറ്റി ശിഷ്യന്മാരോട് പറയുന്ന ആ ഭാഗം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആ ഭാഗം. അങ്ങനെ കർത്താവ് പറയുമ്പോൾ പത്രോസ് കർത്താവിനെ വേറിട്ട് കൊണ്ടുപോയി. കർത്താവെ അരുതേ, അങ്ങനെ സംഭവിക്കരുതേ എന്ന് കർത്താവിനെ ശാസിച്ചു തുടങ്ങി എന്ന് വായിക്കുന്നു. അപ്പൊ കർത്താവ് എന്താണ് പറഞ്ഞത്? സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് ചിന്തിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് താൻ എങ്ങനെ മരിക്കൂ എന്നതിനെ പറ്റി യാതൊരു സംശയവുമില്ലായിരുന്നു. പിന്നെ എന്തിനാണ് ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നിലവിളിക്കുവാൻ കാരണം? അതാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മർക്കോസ് ആണ് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ പറ്റിയുള്ള സമയമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. മർക്കോസ് എഴുതിയ സുവിശേഷം അനുസരിച്ചിട്ട് 3 മണി നേരമായപ്പോൾ കർത്താവിനെ കുരിശിലേറ്റി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ 9 മണി നേരത്ത് കർത്താവ് തൻ്റെ പ്രാണനെ വിട്ടു എന്നും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ 6 മണിക്കൂറുകൾ കർത്താവ് തൻ്റെ മരണത്തിന് മുമ്പായിട്ട് കുരിശിൽ കിടന്നു. കർത്താവിൻ്റെ ആദ്യത്തെ 3 മൊഴികളും കർത്താവ് കുരിശിലേറി ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ അരുളി ചെയ്തതാകുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ 4ാമത്തെ മൊഴിയുണ്ടല്ലോ, താൻ പ്രാണനെ വിടുന്നതിന് അടുപ്പിച്ച് പറഞ്ഞതാണെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അങ്ങനെ നോക്കുമ്പോൾ മൂന്നാമത്തെ മൊഴിയും നാലാമത്തെ മൊഴിയും തമ്മിൽ 5 മണിക്കൂറുകൾ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് 5 മണിക്കൂറുകൾ കുരിശിൽ നിശബ്ദനായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന ഈ മൊഴിയുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഈ 5 മണിക്കൂറുകളിൽ കർത്താവിൻ്റെ മനസ്സിൽ കൂടി എന്തെല്ലാം കടന്നുപോയി, എന്തെല്ലാം യാതനകൾ കർത്താവ് ഈ സമയത്ത് അനുഭവിച്ചു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 3 തരത്തിലുള്ള വേദനകളാണ് കർത്താവ് അനുഭവിച്ചത്: ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ. ഞാനതൊന്ന് വിശദമാക്കി തരാം. ഒന്നാമത് കർത്താവ് അനുഭവിച്ച ശാരീരിക വേദന, ദ ഫിസിക്കൽ പെയിൻ ഈ സഫേർഡ്. 22-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവരെൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. കൈകളും കാലുകളും തുളച്ച് ആ തുളകളിൽ ആണികളാൽ തൂങ്ങുന്ന കർത്താവിനെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. പുരാതന ഈജിപ്തിൽ നടപ്പാക്കിയിരുന്ന നിഷ്ഠൂരമായ മരണശിക്ഷയായിരുന്നു കുരിശുമരണം. വേദന മൂലം ഒന്ന് അനങ്ങിയാല് ആണി പഴുതുകൾ വീണ്ടും വിടർന്ന് കീറി വേദന 10 മടങ്ങായിട്ട് വർദ്ധിക്കും. അങ്ങനെ അതികഠിന വേദനയിൽ ശ്വാസം വിടാനുള്ള കഴിവ് നഷ്ടപ്പെട്ട വ്യക്തി ഇഞ്ചിഞ്ചായിട്ട് മരണമടയുന്നു. മരണം എത്രയും താമസിപ്പിക്കുക, അങ്ങനെ വേദന എത്രയും കഠിനമാക്കുക, അതാണ് ക്രൂശീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവ് 6 മണിക്കൂറുകളാണ് മരണവേദന കുരിശിൽ അനുഭവിച്ചത്. യേശുക്രിസ്തുവിന്റെ യാതനകളെ പറ്റി നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും, രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു, എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. വീണ്ടും നമ്മൾ വായിക്കുന്നു, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവർക്ക് മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതെയിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ഓർക്ക്, നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടാണ് ജീവിച്ചത്. കർത്താവ് വിലപിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നായിരുന്നുവല്ലോ. എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്നായിരുന്നില്ല. സ്വർഗീയ പിതാവിൻ്റെ പുത്രൻ എന്ന വലിയ പദവി കൈവെടിഞ്ഞ് എൻ്റെ ദൈവമേ എന്ന് സാധാരണ മനുഷ്യനെ പോലെയാണ് കർത്താവ് വിലപിച്ചത്. പൂർണ്ണ ദൈവമായ കർത്താവ് കുരിശില് പൂർണ്ണ മനുഷ്യനായി മാനുഷിക വേദനകളെല്ലാം അനുഭവിച്ചു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ ഒക്കെ ഉടയവനും സർവാധികാരിയുമായ കർത്താവിന് ആ വേദനകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാമായിരുന്നു. വേണമെങ്കിൽ ആകാശത്തിൽ നിന്ന് തീ ഇറക്കി തന്നെ ക്രൂശിച്ചവരെയൊക്കെ നശിപ്പിക്കാമായിരുന്നു, അല്ലേ? പക്ഷെ അങ്ങനെ കർത്താവ് ചെയ്തില്ല. എന്തുകൊണ്ട്? നമുക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപ പരിഹാരമായിട്ട്. കുരിശിലെ 5 മണിക്കൂർ നിശബ്ദതയിൽ കർത്താവ് രണ്ടാമതായി അനുഭവിച്ചത് മാനസിക വേദനയായിരുന്നു, ദ മെന്റൽ സഫറിങ്സ്. രാജാതിരാജാവും കർത്താവുമായവൻ ആ പടയാളികളുടെയും ദുഷ്ടന്മാരായ യഹൂദന്മാരുടെയും നിന്ദയും പരിഹാസവും അടിയും തുപ്പലും ഒക്കെ ഏറ്റ് 2 കള്ളന്മാരുടെ നടുവിൽ തൂക്കപ്പെടുക. മാനസികമായിട്ട് അത് താങ്ങാനാവുമോ? യേശുക്രിസ്തുവിനെ തറച്ച കുരിശിന് മുകളിലായിട്ട് പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി വെച്ചിരുന്നതായിട്ട് നമുക്കറിയാം: നസറേയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു എന്നാണ് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹീബ്രു, റോമൻ ആൻഡ് ഗ്രീക്ക്. അതിനൊരു പ്രത്യേകതയുണ്ട്. എബ്രായ ഭാഷ മതസംഹിതകള്, ന്യായപ്രമാണം എഴുതിയിരുന്ന ഭാഷയായിരുന്നെങ്കിൽ റോമ ഭാഷ നിയമത്തെയും അതുപോലെ യവന ഭാഷ സംസ്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. So it represented religion, law and culture. തങ്ങളുടെ വീണ്ടെടുപ്പുകാരനായിട്ട് മശിഹ വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന മത നേതാക്കന്മാർ തന്നെ ആ മശിഹായെ കുരിശിലേറ്റി കൊന്നുകളഞ്ഞു. അതുപോലെ ഏറ്റവും ഉറപ്പായ നിയമ സംഹിതകൾ ഉണ്ടായിരുന്ന റോമക്കാരാൽ തന്നെ ആ നിയമങ്ങൾ തോൽപ്പിക്കപ്പെടുക. ഏറ്റവും ഉത്കൃഷ്ടമായ സംസ്കാരത്തിൻ്റെ, അതായത് യവന സംസ്കാരത്തിൻ്റെ മുമ്പിലും കർത്താവ് തോൽപ്പിക്കപ്പെട്ടു. മത നേതാക്കളാലും
നിയമവിദഗ്ധരാലും സാംസ്കാരിക നേതാക്കന്മാരാലും നമ്മുടെ കർത്താവ് തെറ്റായി വിധിക്കപ്പെട്ടു. അവൻ കള്ളനാണ്, അവൻ കുരിശു മരണം അനുഭവിക്കണം. അതാണ് മാനസികമായി കർത്താവിനെ തളർത്തിയത്. മൂന്നാമതായിട്ട് കർത്താവിന് ആത്മീകമായിട്ട് അനുഭവിക്കേണ്ട വന്ന വേദനകൾ. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക. 2 കൊരിന്ത്യർ 5:21 പൗലോസ് പറയുന്നു, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യെശയ്യാപ്രവചനം 53:5 നമ്മൾ വായിക്കുന്നു, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങളാണ് അവനെ ആത്മീകമായിട്ട് തകരുവാന് ഇടയാക്കിയത്. 5 മണിക്കൂറുകൾ ആ മരക്കുരിശിൽ കിടന്ന് കർത്താവ് അനുഭവിച്ച വിവിധ തരം യാതനകളെ പറ്റി ഞാൻ പറഞ്ഞു. അത് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ സഫറിങ്സ്. ഈ വേദനകളാലാണ് കർത്താവ് നിലവിളിച്ചത്, എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത്. എങ്കിലും എന്നെ കൈവിട്ടത് എന്ത് എന്ന് കർത്താവിൻ്റെ രോദനത്തിന് എന്തായിരിക്കാം കാരണം? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നാണ് മനുഷ്യരായ നമുക്ക് യഹോവ തന്നിരിക്കുന്ന വാഗ്ദത്തം, അല്ലേ? വെറും കൃപകളായ നമുക്ക് അങ്ങനെ ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ പിതാവ് തൻ്റെ സ്വന്തം അരുമ പുത്രനെ കൈവിടുമോ? നമുക്കത് ചിന്തിക്കുവാൻ പോലും പ്രയാസമാണ്. വേദപണ്ഡിതന്മാരെ കുഴക്കിയിട്ടുള്ള ഒരു ചോദ്യം. കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുവാങ്ങി സ്വയം ബലിയാടാകുകയാണ് ചെയ്തത്. പുത്രനായ യേശു ക്രിസ്തു മനുഷ്യരുടെയൊക്കെ പാപങ്ങൾ വഹിച്ചപ്പോൾ പിതാവായ ദൈവത്തിൽ നിന്നും അകന്നു പോകേണ്ടി വന്നു. പിതാവ് പുത്രനെ കൈവിടുന്ന ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായത്. ഇനി നമുക്ക് ചിന്തിക്കാം, ആ പരമത്യാഗത്തിന്, അതായത് തൻ്റെ അരുമ പിതാവുമായിട്ടുള്ള ബന്ധം വേർപെട്ട് ദൈവം അവനെ കൈവിട്ടു എന്ന അവസ്ഥ വരെ ആക്കി തീർത്ത ആ ത്യാഗത്തിന് നാം അവൻ എന്ത് പകരം കൊടുക്കും? പാട്ടുകാരൻ നമ്മെ ഓർപ്പിക്കുന്നു, പകരം എന്ത് നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ടൊന്ന് കർത്താവിന് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്ത് നന്നായിരിക്കും. മാർക്ക് ട്വെയിൻ ഒരിക്കൽ പറഞ്ഞു, "If Christ were here now, there is one thing he would not do, that is to become a Christian." ക്രിസ്തു ഇന്നിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഏതായാലും ഒന്നാകുമായിരുന്നില്ല, ഒരു ക്രിസ്ത്യാനിയാകുമായിരുന്നില്ല. എത്ര പരിതാപകരം അല്ലേ? നാമധേയ ക്രിസ്ത്യാനികളായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. യാക്കോബ് എഴുതിയ ലേഖനം 1:22 നാം വായിക്കുന്നു, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ മനുഷ്യന്റെ പ്രവർത്തികളെ തൂക്കി നോക്കുന്നു. എൻ ശരീരം ഞാൻ നിനക്കായി നുറുക്കി തന്നു, പകരം നീ എന്താണ് എനിക്ക് തന്നത്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി നമുക്ക് കേൾക്കുവാൻ സാധിക്കുമോ? അങ്ങനെ കേൾക്കുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതം വൃഥാവായി പോയി. ആ മനുഷ്യൻ ജനിക്കേണ്ടതില്ലായിരുന്നുവെന്ന് നാം വിധിക്കപ്പെടും. ഗാനരചയിതാവ് ക്രോസ്ബി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, "Someday when fades the golden sun beneath the rosy tinted west, my blessed Lord will say, well done, and I shall enter into rest." നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്ന വിളി നാം ഓരോരുത്തരും കേൾക്കണം. കർത്താവ് അതിന് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ. താൻ ചൊല്ലി
അതിൻ്റെ ശേഷം സകലവും നിവൃത്തിയായിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യം. നമ്മുടെ ജീവിതം ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നുവെന്ന് നമുക്കറിയാമെങ്കിൽ ആരോടാണ് നമ്മൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ എന്താണ് പറയുക? നാം സ്നേഹിക്കുന്നവരോടായിരിക്കും നമ്മൾ സംസാരിക്കുക, അല്ലേ? സ്നേഹവും ആശ്വാസവും ദിശയും ഒക്കെ നൽകുന്ന വാക്കുകളായിരിക്കും അപ്പോൾ പറയുക, അല്ലേ? യേശു പറഞ്ഞ ഈ 5-ാമത്തെ മൊഴി, എനിക്ക് ദാഹിക്കുന്നു എന്ന ഈ മൊഴി, അത് ചെറുതാണെങ്കിൽ പോലും അതിൽ ക്രിസ്തുവിന്റെ ഹൃദയം, ക്രിസ്തുവിന്റെ ദൗത്യം, ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. ക്രിസ്തു താൻ ഏറ്റവും സ്നേഹിച്ചവരോട് പറഞ്ഞതാണ് ഈ വാക്കുകൾ. ഈ മൊഴിയെപ്പറ്റി ധ്യാനിക്കുമ്പോൾ 3 വസ്തുതകളാണ് ഞാൻ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, മനുഷ്യദാഹം, അത് യേശുവിൻ്റെ മാനുഷികത. ക്രൂശിൽ തൂങ്ങിയിരുന്ന യേശു ശരീരവേദന അനുഭവിച്ചു, അടിയേറ്റു, രക്തം ചോർന്നു, ശരീരം ക്ഷീണിച്ചു. ക്രൂശിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത് യേശു പൂർണ്ണനായ മനുഷ്യനായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. മനുഷ്യൻ്റെ വേദനയും ദാഹവും യേശു അറിഞ്ഞവനാണ്. നാം ക്ഷീണിക്കുമ്പോൾ, ദാഹിക്കുമ്പോൾ, നിരാശപ്പെടുമ്പോൾ നമ്മോടൊപ്പം നിൽക്കണം എന്ന് മനസ്സിലാക്കിയ യേശു കുരിൽ താഴ്വരയിൽ കൂടെ നടക്കേണ്ടി വരുന്ന അവസ്ഥയിലും ആ വേദനയും ദാഹവും അറിഞ്ഞ ക്രിസ്തു നമ്മെ ഒരിക്കലും കൈവിടത്തില്ല കേട്ടോ. ആ വേദന മനസ്സിലാക്കിയിട്ടുള്ള രക്ഷകൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക്, യാചനകൾക്ക് ആ യേശു ഉത്തരം തരും എന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. അതുപോലെ നമുക്ക് ഓർക്കാം, നമ്മുടെ പാപം സൃഷ്ടിച്ച വേദനയുടെ മുഴുവൻ ഭാരവും യേശു കുരിശിൽ ചുമന്നു. ഈ വലിയ വെള്ളിയാഴ്ച നമ്മുടെ ആത്മാവിനായിട്ട് ദാഹിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ ശബ്ദം നമ്മൾ കേൾക്കുവാൻ തയ്യാറാണോ? രണ്ടാമതായിട്ട് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, യേശു തിരുവെഴുത്ത് നിവർത്തിച്ചു. വിശുദ്ധ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് സകലതും നിവൃത്തിയായിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം. 22-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. 69-ാം സങ്കീർത്തനം 3-ാം വാക്യം, എൻ്റെ നിലവിളിയിൽ ഞാൻ തളർന്നിരിക്കുന്നു, എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. ഇനി 69-ാം സങ്കീർത്തനം 21-ാം വാക്യം, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കൊടുപ്പാൻ തന്നു. അതിന്റെ പൂർത്തീകരണം നമ്മൾ വിശുദ്ധ യോഹന്നാൻ 19:29 നമ്മൾ വായിക്കുന്നുണ്ട്. അവർ ഒരു സ്പോങ് പൊളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായോട് അടുപ്പിച്ചു. പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങൾ ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടു. നമ്മൾ വായിച്ച പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ എഴുതപ്പെട്ടത് ക്രിസ്തുവിന് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ്. ആ പ്രവചനങ്ങള് 1000 വർഷങ്ങൾക്ക് ശേഷം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഇവിടെ കണ്ടത്. വേദപുസ്തകത്തിന്റെ ആധികാരികതയെ, വേദപുസ്തകത്തിന്റെ വിശ്വാസ്യതയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വിശുദ്ധ വേദപുസ്തകം ഒരു മിത്തോളജിക്കൽ ബുക്കായിട്ട് കരുതുന്നവരുണ്ട്. ഫ്രഞ്ച് ഫിലോസഫർ ആയിരുന്ന വോൾട്ടേർ അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു. വോൾട്ടേർ ഒരിക്കൽ പറഞ്ഞു, 100 years from my day there will not be a Bible on earth except one that is looked upon by an antiquarian curiosity seeker. അതായത് മ്യൂസിയങ്ങളിലൊക്കെ വെക്കുന്ന ഒരു ബുക്കായിട്ട് വേദപുസ്തകം മാറും. എന്നാൽ അദ്ദേഹത്തിന് തെറ്റിപ്പോയി. വോൾട്ടേറുടെ മരണശേഷം ഏകദേശം 5 billion copies ഓഫ് ബൈബിള് പ്രിന്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബെസ്റ്റ് സെല്ലിംഗ് ആൻഡ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ബുക്ക് ഇൻ ദ വേൾഡ് ആയിട്ട് മാറിയിരിക്കുന്നു. കാരണം എന്താണ്? വേദപുസ്തകത്തിന്റെ വിശ്വാസീയത. 2 തിമോത്തി 3:16 പൗലോസ് പറയുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ. എന്താണ് ദൈവശ്വാസീയം എന്നതിന്റെ അർത്ഥം? ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം
തിയോപ്നിയോസ്റ്റോസ്. അതിൻ്റെ അർത്ഥം ഗോഡ് ബ്രീത്ത്. അതായത് പരിശുദ്ധാത്മ നിയോഗത്താലാണ് ദൈവവചനം എഴുതപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച് നയിച്ച് എഴുത്തുകാർ എഴുതിയിരിക്കുന്നു. അതുപോലെ 2 പത്രോസ് 1:21 നമ്മൾ വായിക്കുന്നുണ്ട്, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. പരിശുദ്ധാത്മ നിയോഗം എന്നതിന് ഒറിജിനൽ ഗ്രീക്ക് വേർഡിന്റെ യഥാർത്ഥ പരിഭാഷ അത് ഒരു പാവഞ്ചി കാറ്റിനാൽ എപ്രകാരം മുന്നോട്ട് നീങ്ങുന്നുവോ ആ ഒരു പ്രക്രിയയാണ് കാണിക്കുന്നത്. പരിശുദ്ധാത്മാവ് വേദപുസ്തക എഴുത്തുകാരെ ഓരോ വാക്കും എഴുതുവാന് വഴി നടത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തെ ദൈവവചനം എന്ന് നമ്മൾ വിളിക്കുന്നത്. പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 300-ൽ പരം പ്രവചനങ്ങൾ യേശുക്രിസ്തുവിന്റെ ജനനത്തോടും ജീവിതത്തോടും ശുശ്രൂഷയോടും മരണത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും കൂടെ പൂർത്തീകരിക്കപ്പെട്ടു. കന്യക ഗർഭിണിയായ മകനെ പ്രസവിക്കും, ബേത്ലഹേമിൽ ജനിക്കും, 30 വെള്ളിക്കാശിന് യൂദ ഒറ്റിക്കൊടുക്കും. ഇങ്ങനെയുള്ള പ്രവചനങ്ങളെല്ലാം എത്ര കൃത്യതയോടുകൂടെ തന്നെ പൂർത്തീകരിക്കപ്പെട്ടു. ഈ ഒരു സത്യം എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? വേദപുസ്തകത്തിന്റെ ആധികാരികത, ഇനിയും നടക്കുവാനുള്ള പ്രവചനങ്ങൾ, കർത്താവിന്റെ 2ാം വരവ്, മരിച്ചവരുടെ പുനരുദ്ധാനം, ന്യായവിധി, എസ്കറ്റോളജിക്കൽ ഇവന്റ്സ്, ഇവയൊക്കെ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല. ക്രിസ്ത്യാനികളിൽ പലരും ക്രിസ്തുവിന്റെ 2ാം വരവ്, ന്യായവിധി ഇവയൊക്കെ നിസ്സാരവൽക്കരിക്കുന്നു. അവയൊക്കെ വെറും കെട്ടുകഥകളായി പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ അവർക്ക് തെറ്റിപ്പോയി. നാമൊക്കെ ഒരു ന്യായവിസ്താരത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. വിശുദ്ധ മത്തായി 16:27 നമ്മൾ വായിക്കുന്നു, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായിട്ട് വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ഇത് നാം ഓരോരുത്തരും ഓർക്കണം. നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം ഉണ്ടാകും. ന്യായവിധി നാളിൽ കണക്ക് പുസ്തകങ്ങൾ തുറക്കപ്പെടും. കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒന്നുകിൽ കോലാടുകളുടെ കൂട്ടത്തില്, അല്ലെങ്കിൽ ചെമ്മരിയാടുകളുടെ കൂട്ടത്തില്. രണ്ടിനും മധ്യം ഒന്നുമില്ല കേട്ടോ. ഒന്നുകിൽ കർത്താവിനോട് കൂടെയുള്ള വാസം, അല്ലെങ്കിൽ തീയും ഗന്ധകവുമുള്ള നരക യാതന. ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഇനി 3ാമതായിട്ട്, യേശു നമ്മുടെ ആത്മീയ ദാഹം ശമിപ്പിച്ചു. ആദിയില് ദൈവം ഏദൻ തോട്ടത്തില് മനുഷ്യനെ സൃഷ്ടിച്ചു. അവിടെ വെള്ളം ഉണ്ടായിരുന്നു, ജീവനുണ്ടായിരുന്നു, ദൈവ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പാപം വന്നപ്പോൾ ശാപം വന്നു. ദാഹം ശാപത്തിന്റെ അടയാളമായിട്ട് മാറി. യെശയ്യാവ് 55:1 നമ്മൾ വായിക്കുന്നുണ്ട്, അയ്യോ ദാഹിക്കുന്ന ഏവനും വെള്ളത്തിന് വരുവീൻ. യെശയ്യാവ് അതേ അധ്യായം 55:6 വായിക്കുന്നു, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനായി പൊന്തി വരുന്ന നീരുറവയായി തീരും. ജീവജലം നൽകുന്ന യേശു, നിത്യജീവൻ നൽകുന്ന യേശു കുരിശിലെ വെള്ളത്തിനായി ദാഹിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ ആത്മീയ ദാഹം ശമിപ്പിക്കുവാനായി, നമ്മുടെ പാപത്തിന്റെ ശാപം ഏറ്റെടുക്കുവാനായിട്ട്, ദൈവവുമായിട്ട് പൊരുത്തം പ്രാപിക്കുവാനായിട്ട് യേശു നമുക്ക് പകരം ദാഹിച്ചു. നമുക്ക് എന്നേക്കും ദാഹിക്കാതിരിക്കുവാനായിട്ട്, നമ്മുടെ ആത്മീയ ദാഹം ശമിപ്പിക്കുവാനായിട്ട്. Rock of ages, cleft for me, let me hide myself in thee. Let the water and the blood from thy wounded side which flowed be of sin the double cure, save from wrath and
make me pure. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ ജീവൻ തന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവേ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൻ്റെ വചനം ധ്യാനിക്കാൻ ആരംഭിക്കുകയാണ്. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനായിട്ട് ഒരുക്കപ്പെട്ട ദൈവിക യാഗപീഠമായിരുന്നു കാൽവറിയിലെ മരക്കുരിശ്. ആ കുരിശിൽ വിരിക്കപ്പെട്ട നമ്മുടെ രക്ഷകൻ്റെ ഇരു കൈകളും നമ്മോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ അടയാളം തന്നെയായിരുന്നു. അവനെ കുരിശിൽ പിടിച്ചു നിർത്തിയത് കൈകളിലും കാലുകളിലും തറയ്ക്കപ്പെട്ട ആണികളായിരുന്നില്ല. പിന്നെയോ അവനെ കുരിശിൽ പിടിച്ചു നിർത്തിയത് നമ്മോടുള്ള കരുണയും അനുകമ്പയുമായിരുന്നു. മരണത്തിൻ്റെ നടുവിൽ അവൻ മാനവരാശിക്കാകവേ നിത്യജീവനിലേക്കുള്ള വാതിൽ എന്നേക്കുമായി തുറന്നിടുകയായിരുന്നു ചെയ്തത്. അവൻ മാത്രമാണ് ലോകത്തിൻ്റെ ഒരേ ഒരു രക്ഷകൻ. അവനിൽ മാത്രമാണ് ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം. ലോകചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട 7 മൊഴികൾ നമ്മുടെ രക്ഷകൻ കുരിശിൽ കിടന്നുകൊണ്ട് പ്രസ്താവിച്ചായിരുന്നു. മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധവും മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധവും ഈ 7 മൊഴികളിലും നമുക്ക് കാണാം. ഇതിൽ 6 മൊഴികളും ആരെയെങ്കിലും അഡ്രസ്സ് ചെയ്യുന്നതായിരുന്നു. 6 മൊഴികളും ആരോടെങ്കിലുമായി പറയുന്നതായിരുന്നു. എന്നാൽ ഒന്ന് മാത്രം ആരെയും അഡ്രസ്സ് ചെയ്യാത്ത ഒരു മൊഴിയായിരുന്നു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരുന്നു അത്. അതായിരുന്നു 6ാമത്തെ മൊഴി. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമുക്കത് കാണാം. നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിവൃത്തിയായി. താൻ സ്നേഹിച്ച ശിഷ്യൻ്റെ കയ്യിലേക്ക് അമ്മയെ ഏൽപ്പിച്ച് കൊടുത്ത ശേഷം യേശു പറഞ്ഞ മൊഴിയാണിത്. നിവൃത്തിയായി. നിവൃത്തിയായി കോടാനുകോടി അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ്. പ്രപഞ്ച സൃഷ്ടാവായ നമ്മുടെ രക്ഷകൻ കാൽവറിയിലെ മരക്കുരിശിൽ ഇരുമ്പാണികളാൽ ബന്ധിതനായി കിടന്നപ്പോൾ മൊഴിഞ്ഞ വാക്കുകളാണ് അത്. മനുഷ്യരാശിയുടെ പാപപരിഹാര പ്രായശ്ചിത്ത യാഗം അവിടെ നിവൃത്തിയായി. താൻ സൃഷ്ടിച്ച തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി സ്വയം ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ലക്ഷ്യം അവിടെ പൂർണ്ണമായി നിവൃത്തിയാകുകയായിരുന്നു. കാണാതെ പോയ തൻ്റെ ആടുകളെ രക്ഷിപ്പാനുള്ള നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ദൗത്യം അവിടെ നിവൃത്തിയാകുകയായിരുന്നു. 1 തിമോത്തി 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെയാണ്, അല്ലേ? ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അവസാനത്തെ വാചകം നോക്കുക. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഈ അവസാന വാചകം നമുക്കും പറയാനാകുമോ? ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? നമ്മൾ പാപികളാണെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിലുണ്ടോ? പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ദൈവം സത്യവാനാണ്. ദൈവം നീതിമാനാണ്. അവൻ നീതി നടപ്പാക്കിയാൽ
നമ്മൾ ഓരോരുത്തരും മരണയോഗ്യർ തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മരണം നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മുടെ രക്ഷകൻ സ്വയം ഏറ്റെടുക്കുന്ന പ്രവൃത്തിയാണ് കാൽവറിയിലെ ക്രൂശിൽ നിവൃത്തിയായത്. അവൻ്റെ രക്തം മറുവിലയായി നമുക്ക് വേണ്ടി കാൽവറിയിൽ ചിന്തി. മൃഗത്തിൻ്റെ തോൽ കൊണ്ട് വസ്ത്രമുണ്ടാക്കി ദൈവം ആദാമിൻ്റെയും ഹൗവയുടെയും നഗ്നത മറച്ചതുപോലെ പാപത്തിൽ മുങ്ങിയ നമ്മുടെ അപമാനവും നഗ്നതയും ശാപവും അവൻ്റെ രക്തത്തിൽ അവൻ മറച്ചു. നിത്യനരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് വീഴാതെ അവൻ നമ്മെ സംരക്ഷിച്ചു. നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടി മരുഭൂമിയിലെ കൊടിമരത്തിൽ ഉയർത്തിയ പിച്ചള സർപ്പം ആയി മാറി. ആ മുഖത്തേക്കൊന്ന് തല ഉയർത്തി നോക്കിയാൽ രക്ഷയുടെ സന്തോഷം നമുക്ക് തരാൻ അവൻ ഇന്നും എന്നും സന്നദ്ധനാണ്. കാൽവറിയിലെ മരക്കുരിശിൽ സംഹാരദൂതൻ നമ്മെ ഓരോരുത്തരെയും തൊടാതെ കടന്നു പോകുവാനായി അറുക്കപ്പെട്ട കുഞ്ഞാടായി അവൻ മാറി. നമ്മുടെ രക്ഷകൻ കാൽവറിയിലെ കുരിശിൽ ജീവൻ വെടിഞ്ഞപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല രണ്ടായി വേർപെട്ടു. രക്ഷയുടെ വാതിൽ സകല മനുഷ്യർക്കും തുറക്കപ്പെട്ടു. കാൽവറിയിലെ കുരിശിൽ നിത്യപ്രതിയോഗിയായ സാത്താൻ്റെ മരണമണിയാണ് മുഴങ്ങിയത്. ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നാം, യേശുവിൻ്റെ മരണം സാത്താൻ്റെ വിജയമാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ വാസ്തവത്തിൽ അവൻ്റെ നിത്യമായ നാശത്തിലേക്കായിരുന്നു യേശുവിൻ്റെ മരണം വിരൽ ചൂണ്ടിയത്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 31-ാം വാക്യം ഇവിടെ വളരെ അന്വർത്ഥമാണ്. ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്തു തള്ളിയ നിമിഷമാണ് കാൽവറിയിൽ നിവൃത്തിയായത്. ഇറ്റ് വാസ് ദ മൊമെൻറ്റ് ദ പ്രിൻസ് ഓഫ് ദ വേൾഡ് വാസ് അൾട്ടിമേറ്റ്ലി കാസ്റ്റ് ഔട്ട്. എബ്രായർ 2:14-15 വാക്യങ്ങളിൽ നാം അയക്കുന്നത് ഇങ്ങനെയാണ്: മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഈ വാക്യം എത്ര സത്യമാണ്! ജീവപര്യന്തം മരണഭീതിയാൽ അടിമകരായിരുന്നവർ ആരായിരുന്നു? അത് നമ്മൾ തന്നെയായിരുന്നു. നമ്മുടെ നിത്യമരണത്തിൽ നിന്നുള്ള വിടുതലാണ് കാൽവറിയിലെ മരക്കുരിശിൽ നിവൃത്തിയാക്കപ്പെട്ടത്, അല്ലേ? നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ ക്രൂശിലെ മരണത്താൽ സർവ്വലോകത്തെയും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു മഹാസംഭവവും നിവൃത്തിയായി. യേശുവിൻ്റെ ജനനത്തെയും ജീവിതത്തെയും ക്രൂശിലെ മരണത്തെയും കുറിച്ച് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഉണ്ടായ സകല പ്രവചനങ്ങളും അവിടെ നിവൃത്തിയാകുകയായിരുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ഏതാണ്ട് 1000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രവചനാത്മകമായ തൻ്റെ 22-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത് നിവൃത്തിയാകുന്നത് ലോകം കണ്ടു നിന്നു. 22-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാം വാക്യം മുതൽ നടത്തിയ പ്രവചനം നമുക്കൊന്ന് വായിച്ചു നോക്കാം. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എൻ്റെ ആസ്തികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. ഇവിടെ വിവരിച്ച ഓരോ സംഭവവും ഓരോ പീഡനവും ഒന്നിനു പിറകെ ഒന്നായി മാറ്റമില്ലാതെ സംഭവിച്ചില്ലേ? അതും അക്ഷരം പ്രതി നിവൃത്തിയായി. ഇറ്റ് വാസ് ഓൾസോ ഫിനിഷ്ഡ്. നിവൃത്തിയായി എന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ തിരുമൊഴിക്ക് മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്നതിനപ്പുറമുള്ള അനവധി അർത്ഥതലങ്ങളുണ്ട്. നമ്മുടെ കർത്താവ് നിയമത്തെ പൂർത്തീകരിക്കുകയാണ് കാൽവറിയിൽ ചെയ്തത്. നമ്മുടെ പുത്രത്വത്തെയാണ് അവൻ ഉറപ്പിച്ചത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് നമ്മൾ മക്കളായി തീരേണ്ടതിനാണ് അവൻ ക്രൂശിൽ അവൻ്റെ ജീവനെ വെടിഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് ദൈവപുത്രനായ ക്രിസ്തു മൊഴിഞ്ഞപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യേശുവിനെക്കുറിച്ച് നടന്ന പ്രവചനങ്ങൾ എല്ലാം പൂർത്തിയാകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ലോകം കണ്ടു നിന്നു. അത് ചരിത്രമായി മാറി. അവൻ്റെ ജനനം മുതൽ
മരണം വരെയുള്ള സകല പ്രവചനങ്ങളും നിവൃത്തിയാകുന്നത് അത്യത്ഭുതത്തോടുകൂടി ലോകം കണ്ടു. അബ്രഹാമിൻ്റെയും ദാവീദിൻ്റെയും വംശാവലിയിൽ കന്യകയിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ പൂജാതനാകണമെന്നുള്ള പ്രവചനം അവിടെ നിവൃത്തിയായി. ബേത്ലഹേമിൽ ജനിക്കും എന്ന പ്രവചനം നിവൃത്തിയായി. യെരുശലേം നഗരത്തിലേക്ക് യേശു കഴുതയുടെ പുറത്ത് നടത്തിയ പ്രവേശനം സക്കറിയ പ്രവാചകൻ മുൻപ് നടത്തിയ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു. സക്കറിയ 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇത് നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മുടെ രക്ഷകൻ്റെ അവസാന നാളുകൾ വിവരിക്കുന്നത് നോക്കുക. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. എത്ര സത്യമാണത്. അതും നിവൃത്തിയായി. ആ പ്രവചനവും നിവൃത്തിയായി. റോമർ 6:14 കാണുന്നത് പോലെ നമ്മളെല്ലാം ഇനി ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കാണ് അധീനരാകുന്നത്. നമ്മളെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൃപയാണ്. അവൻ്റെ വിലപ്പെട്ട കൃപയ്ക്കാണ് നമ്മൾ അധീനരായിരിക്കുന്നത്. കാൽവറിയിൽ നമ്മുടെ രക്ഷകൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണമായി നിവൃത്തിയാകുകയായിരുന്നു. ഈ ഭൂമിയിലെ നമ്മുടെ രക്ഷകൻ്റെ അവസാന നിമിഷങ്ങളിൽ അവൻ കടന്നുപോയ അതിഭീകരമായ പീഡനങ്ങൾ മനുഷ്യസങ്കല്പത്തിനപ്പുറമായിരുന്നു. ഗതസമനയിലെ ആത്മസംഘർഷത്തിൽ തുടങ്ങി ശാരീരികമായ ക്രൂര പീഡനങ്ങളിലൂടെ അവൻ കടന്നുപോയി. മുഖത്തടിയേറ്റു, മുഖത്ത് തൂപ്പി, തലയിൽ മുൾക്കിരീടം ചൂടിച്ചു, കുരിശ് ചുമന്നു, കുരിശുമായി വഴിയിൽ ഇടറി വീണു, പരിഹാസമേറ്റു. ദൈവപുത്രനെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് ജനം പരിഹസിച്ചു. ഇരുമ്പാണികളാൽ കൈകൾ ബന്ധിക്കപ്പെട്ടു, വിലാപ്പുറം തുറക്കപ്പെട്ടു. അല്ലേ? ഇവയോരോന്നും നമുക്ക് ഉള്ള ശിക്ഷയായിരുന്നു. ഇവയോരോന്നും നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷയായിരുന്നു. എന്നാൽ എല്ലാം നിശബ്ദനായി ഏകനായി അവൻ ഏറ്റു. ഒടുവിൽ തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞു, നിവൃത്തിയായി. ഇതിനപ്പുറം ഇനി നമുക്കായി അവനൊന്നും ചെയ്യാനില്ല. 6 ദിവസങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് 7-ാം ദിവസം നമ്മോട് വിശ്രമിച്ചു കൊള്ളുവാൻ അരുളി ചെയ്ത ദൈവത്തിൻ്റെ പുത്രനാണ് ഇവിടെ ക്രൂശിൽ കിടക്കുന്നത്. 6 ദിവസങ്ങൾ കൊണ്ട് പിതാവായ ദൈവം സൃഷ്ടികർമ്മം പൂർത്തീകരിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് പുത്രനായ ദൈവം നമ്മുടെ വീണ്ടെടുപ്പും പൂർത്തീകരിച്ചു. പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി അവൻ പോയി. ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല എന്നതൊരു സത്യമാണ്. എന്നാൽ അതെന്താണ്? അവൻ വീണ്ടും വരും എന്ന് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. അവൻ തീർച്ചയായും വീണ്ടും വരും. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അവനെ എതിരേൽക്കാൻ, അവനോടൊപ്പം വസിക്കാൻ, സ്വർഗീയ ഭവനത്തിൽ ചേരാൻ നമുക്കൊരുങ്ങാം. അതിനായി സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് ഉച്ചരിച്ചതായി രേഖപ്പെടുത്തപ്പെട്ടവയിൽ അവസാനത്തേത്, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്നതാണ്. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം. കുരിശിൽ നിന്നുള്ള അവസാന മൊഴി നിരാശയുടെ നിലവിളിയല്ല, വിശ്വാസത്തിൻ്റെയും ആശ്രയബോധത്തിൻ്റെയും ആവിഷ്കാരമാണ്. യഹൂദ ബാലന്മാർ ഉറങ്ങാൻ പോകുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് യേശു കുരിശിൽ കിടന്ന് ഉച്ചരിച്ച അവസാന വാചകം. 31-ാം സങ്കീർത്തനം 5-ാം വാക്യം. രാത്രി ഉറങ്ങാൻ പോകുന്ന വ്യക്തി
പകലിലെ അധ്വാനങ്ങൾ നൽകിയ സംതൃപ്തിയുടെ ചിന്തകളോടെ ഉറങ്ങുമ്പോൾ ഉറക്കം സുഖകരമാകും. നിദ്രയെന്ന് വിവക്ഷിക്കപ്പെടുന്ന മരണം വന്ന മുൻപിൽ നിൽക്കുമ്പോൾ നിയോഗ പൂർത്തീകരണത്തിൻ്റെ ആത്മസംതൃപ്തിയോടെ അതിനെ പുൽകാൻ കഴിയുന്നവർ ചുരുക്കമാണ്. യേശു ഈ ആത്മസംതൃപ്തി അനുഭവിച്ചിരിക്കുന്നു. തന്നെ ഏൽപ്പിച്ച നിയോഗം താൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ നിയോഗത്തിൽ നിന്ന് പിന്മാറാനുള്ള പ്രലോഭനങ്ങളെ പിതാവിൻ്റെ ബലത്താൽ താൻ പോരാടി തോൽപ്പിച്ചിരിക്കുന്നു. കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനാകയാൽ തനിക്ക് അതിന് സാധിച്ചിരിക്കുന്നു. ഇനി പിതാവിൻ്റെ കരങ്ങളിൽ തനിക്ക് വിശ്രമിക്കാം. മരണത്തെ പിതാവിൻ്റെ കരങ്ങളിലുള്ള സുരക്ഷിത നിദ്രയായി കരുതുന്ന സമീപനം വിശ്വാസത്തിൻ്റെ തികഞ്ഞ ആവിഷ്കാരമാണ്. തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമമാണ് മരണം. കാലാന്ത്യത്തിൽ ഓഹരി പ്രാപിക്കാൻ അവർ നിദ്ര വിട്ടുണരും. അപ്പോൾ ഉറക്കത്തിന് ശേഷമുള്ള ഉണർച്ചയുടെ പ്രത്യാശയാണ് ഉറക്കത്തെ കൂടുതൽ സമ്മോഹനമാക്കുന്നത്. കുരിശിൽ തറച്ച് തന്നെ തകർക്കുന്ന ക്രൂരതയ്ക്ക് യേശുവിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. യേശു ഉണരും, രക്ഷയുടെ രഥം ഉരുളും, അനേകർ അതിൽ സഞ്ചരിക്കും. ഈ പ്രത്യാശയുടെ ആവിഷ്കാരമാണ് യേശു അനുഭവമാക്കിയത്. പിതാവിൻ്റെ കയ്യിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുമ്പോൾ ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത സുരക്ഷിതത്വത്തിലാണ് തൻ്റെ ജീവനെന്ന് യേശു പ്രഖ്യാപിക്കുന്നു. മനുഷ്യ വർഗം ഭയപ്പെടുന്ന മരണത്തെ ഏതു പ്രകാരം അഭിമുഖീകരിക്കണമെന്നും കർത്താവ് കാണിച്ചു തരുന്ന മൊഴിയാണ് ക്രൂശിൽ കിടന്നുള്ള 7-ാമത്തെ മൊഴിയിൽ നാം ദർശിക്കുന്നത്. അത്ഭുതകരവും അത്ഭുതപൂർവവുമായ ഒരു ശാന്തതയാണ് കർത്താവിൽ കാണുന്നത്. പരിഭ്രമമോ നിരാശയോ ഒന്നും കാണുന്നില്ല. ശാന്തതയുടെ പ്രതീകമായിട്ടാണ് കർത്താവിനെ നാം ഇവിടെ കാണുന്നത്. തൻ്റെ ആത്മാവിനെ സുരക്ഷിത സ്ഥാനത്ത്, അതെ, തൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് എന്നുള്ള വിശ്വാസമാണ് യേശുവിൻ്റെ ശാന്തതയ്ക്ക് കാരണം. ഭയവും അനിശ്ചിതത്വവും നിറഞ്ഞ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ക്രൂശിലെ 7-ാമത്തെ മൊഴി നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്ന ജീവിതം സുരക്ഷിതമായിരിക്കും എന്നാണ്. യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ വരമേൽപ്പിച്ചപ്പോൾ മനുഷ്യരാശിക്ക് രക്ഷയുടെ പുതുവഴി തുറക്കപ്പെട്ടു. ക്രൂശ് മനുഷ്യജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ആരംഭമാണ്. പ്രിയമുള്ളവരെ, 2026 ആണ്ടിലെ 7 മൊഴികളും ഇതോടുകൂടി നാം ശ്രവിച്ചു കഴിഞ്ഞു. നമുക്ക് കുറെ കൂടി ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കാൻ ക്രിസ്തുവിൻ്റെ മൊഴികൾ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അവിടുത്തെ ക്രൂശിൻ്റെ മറവിൽ നിത്യജീവനിലേക്ക് കാത്തു സൂക്ഷിക്കട്ടെ. ആമീൻ. ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ, മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ, ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ, മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ. മകനേ നീ മാന്യനായിടുവാൻ, മകളേ
തകർന്നിടുന്നു. മകളെ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ, മാർവിടമാഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ. കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ, മാർവിടമാഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ. മകനേ മകളെ മകളെ നീ മാന്യയായിടുവാൻ കാൽവറിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളെ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു.